നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. പരീക്ഷാകാലം അടുത്തു വരികയാണ്. ഈ അവസാന നാളുകളിൽ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി തയ്യാറെടുക്കാൻ സാധിക്കുക? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? അവസാന സമയത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി എങ്ങനെ പഠിച്ചു തീർക്കാം? ഇത്തരം കാര്യങ്ങളൊന്ന് ചുരുക്കത്തിൽ ഒന്ന് സംസാരിക്കാം. പഠനം എന്ന പ്രക്രിയയ്ക്ക് 5 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 5 സ്റ്റെപ്സ് ആണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് റിലാക്സേഷൻ. ശാന്തമായ മനസ്സോടെ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ തലച്ചോറിൽ പതിയുകയുള്ളൂ. രണ്ടാമത്തേത് കോൺസെൻട്രേഷൻ, ഏകാഗ്രത. പഠന വിഷയത്തിൽ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനുള്ളൊരു കഴിവാണിത്. മൂന്നാമത്തേത് മെമ്മറി, ഓർമ്മ. ഈ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് തലച്ചോറിൽ കൃത്യമായിട്ട് ശേഖരിച്ചു വയ്ക്കുക എന്നുള്ളത്. 4 അവതരണം, പ്രസന്റേഷൻ. പരീക്ഷയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ നമ്മുടെ അറിവിനെ എങ്ങനെ അവതരിപ്പിക്കണം. ഇപ്പോൾ ഒരുപക്ഷെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആൻസർ എഴുതുന്ന പരീക്ഷയ്ക്കും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസറിനും ഒരു ഇന്റർവ്യൂവിനും ഒക്കെ വ്യത്യസ്തമായ രീതികൾ ശീലിക്കേണ്ടി വരും. ഏറ്റവും അവസാനത്തേത് അനാലിസിസ്, വിലയിരുത്തലാണ്. നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ഈ മോഡൽ എക്സാമുകളിൽ നിന്ന് നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് നന്നായിട്ട് നമുക്ക് ഓർമ്മയില്ലാത്തത് എന്ന് മനസ്സിലാക്കി അതൊന്നുകൂടെ പഠിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ 5 കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ സഹായിക്കുന്ന ചില ലളിതമായ സ്റ്റെപ്പുകൾ ഒന്ന് പഠിക്കാം. ഒന്നാമത്തേത് റിലാക്സേഷനാണ്. ശാന്തമായ മനസ്സോടുകൂടി പഠിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ എക്സർസൈസ് ആണ് 1:5 ബ്രീത്തിങ്. ഒരു കസേരയിൽ തലയും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ ഇരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. 2 കൈകളും മടിയിലേക്ക് വെക്കുക. 2 മൂക്കിലൂടെയും ദീർഘമായി 1 സെക്കൻഡ് സമയമെടുത്ത് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. 5 സെക്കൻഡ് സമയമെടുത്ത് വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് 25 പ്രാവശ്യം രാവിലെ ഉണരുന്ന ഉടനെ ചെയ്യണം. 25 പ്രാവശ്യം രാത്രിയിൽ കിടക്കുമ്പോഴും ചെയ്യുക. ഇതാണ് 1:5 ബ്രീത്തിങ് എന്ന് പറയുന്ന ലളിതമായ ശ്വസന വ്യായാമം. ഇത് വളരെ എളുപ്പം തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, പഠനത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഏകാഗ്രത. ഏകാഗ്രത മെച്ചപ്പെടുത്താൻ നമുക്ക് ചെയ്യാവുന്ന വളരെ ലളിതമായ ഒരു എക്സർസൈസ് ആണ് മൈൻഡ്ഫുൾ ബ്രീത്തിങ് അല്ലെങ്കിൽ മനോനിറവ് ശ്വസനം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡീപ് ബ്രീത്തിങ് ചെയ്തതിന് ശേഷം കണ്ണടച്ച് ഇരിക്കുന്നു പഴയ പോസ്റ്ററിൽ തന്നെ. ഇടത് കൈ നമ്മൾ നെഞ്ചിന്റെ പുറത്തേക്ക് വെക്കുന്നു. വലത് കൈ നമ്മൾ വയറ്റിലേക്ക് എടുത്തു വെക്കുകയാണ്. എന്നിട്ട് കണ്ണടച്ചിരുന്ന് നമ്മുടെ സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസത്തിലേക്ക്, നോർമൽ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളൊരു 15 മിനിറ്റ് ഇരിക്കുകയാണ്. മൂക്കിലൂടെ കാറ്റ് അകത്തേക്ക് ഒഴുകി തൊണ്ടയിലൂടെ താഴേക്ക് വന്ന് നെഞ്ചിൽ ശ്വാസകോശത്തിലേക്ക് നിറയുന്നു. ശ്വാസകോശത്തിൽ നിന്ന് കാറ്റ് മുകളിലേക്ക് ഉയർന്ന് തൊണ്ട വഴി മൂക്ക് വഴി പുറത്തേക്ക് വരുന്നു. ഇത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് 15 മിനിറ്റ് ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റു പല ചിന്തകളിലേക്കും മനസ്സ് പതറിപ്പോയെന്നിരിക്കും. പക്ഷേ ഓരോ പ്രാവശ്യം മനസ്സ് മറ്റെന്തെങ്കിലും ചിന്തകളിലേക്കോ മറ്റെന്തെങ്കിലും ശബ്ദങ്ങളിലേക്കോ മാറിപ്പോയാൽ ഉടൻ തന്നെ നമ്മുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. വീണ്ടും ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെ ഒരു 15 മിനിറ്റ് തുടർച്ചയായിട്ട് ഇരുന്ന ശേഷം 2 കൈകളും എടുത്ത് പരസ്പരം കൂട്ടി തിരുമി കൈകൾ ചൂടാക്കി കൈവിരലുകൾ കണ്ണിന്റെ പുറത്തേക്ക് വെക്കുക. ആ വിരലുകളുടെ ചൂട് കൺപോളകളുടെ പുറത്ത് ആസ്വദിക്കാം. പതിയെ പതിയെ ആ ചൂട് കുറഞ്ഞ് തണുപ്പായി വരുന്നത് നമുക്കറിയാം. അതിനുശേഷം കൈകൾ എടുത്തു മാറ്റാം. ഇത് ദിവസേന ഒരു നേരം രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ ഒരു 15 മിനിറ്റ് ചെയ്താൽ നമ്മുടെ ഏകാഗ്രത മെച്ചപ്പെടും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഓർമ്മയാണ്. പലതരത്തിലുള്ള ഓർമ്മയുണ്ട്. ഒട്ടേറെ കൂട്ടുകാർ കാര്യങ്ങൾ ദൃശ്യങ്ങളുടെ രൂപത്തിൽ ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലരെങ്കിലും ശബ്ദത്തിന്റെ രൂപത്തിലാണ്. ദൃശ്യങ്ങളുടെ രൂപത്തിൽ കാര്യങ്ങൾ ഓർത്തിരിക്കുന്ന ആളുകൾക്ക് ഇനി അവസാന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളൊക്കെ ചിലന്തിക്കുറിപ്പുകൾ അല്ലെങ്കിൽ സ്പൈഡർ നോട്ട്സ് എന്നൊരു രീതിയിൽ എഴുതി വെക്കാം. പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും A4 സൈസ് വെള്ള പേപ്പർ വലതുവശത്ത് വെച്ചേക്കണം. നമ്മൾ പഠിക്കുന്ന വിഷയത്തിന്റെ തലക്കെട്ട് അതിന്റെ നടുക്കോട്ട് എഴുതാം. ഒരു വട്ടം വരയ്ക്കാം. മുകളിലോട്ട് 4 വരകൾ, താഴോട്ട് 4 വരകൾ. ഈ ഓരോ വരയുടെയും അറ്റത്ത് ആ പാഠ്യവിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ, നമ്മൾ മറന്നുപോകാൻ സാധ്യതയുള്ള ചില വിവരങ്ങൾ മാത്രം ഒന്ന് രേഖപ്പെടുത്തി വയ്ക്കാം. ഉദാഹരണത്തിന് 2ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ 2ാം ലോക മഹായുദ്ധം, സെക്കൻഡ് വേൾഡ് വാർ എന്നെഴുതി ഒരു വട്ടം വരച്ചിട്ട് അത് തുടങ്ങിയ വർഷവും അവസാന വർഷവും 1939 to 1945 എന്നുള്ളത് ഒരു വരയുടെ സൈഡിൽ എഴുതാം. അതിൽ പങ്കെടുത്ത രാഷ്ട്രങ്ങളെ 2ആയിട്ട് വർഗീകരിച്ച് 2ാമത്തെ വരിയുടെ അടുത്തെഴുതാം. അങ്ങനെ എഴുതി വെക്കുക. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയുടെ തലേന്ന് ഈ ചിലന്തിക്കുറിപ്പുകൾ മാത്രം
റിവൈസ് ചെയ്താൽ മതി. സാധാരണ നമ്മളൊരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ നോട്ടുകളോ റിവൈസ് ചെയ്യുന്നതിനേക്കാൾ 10-1 സമയമെടുത്ത് 10 ഇരട്ടി വേഗതയിൽ ഈ ഭാഗം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ പരീക്ഷയുടെ തലേന്ന് പരമാവധി പാഠഭാഗങ്ങൾ നമുക്കൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ ഈ സ്പൈഡർ നോട്ട്സ് തയ്യാറാക്കി വെക്കുന്നത് സഹായിച്ചേക്കും. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ശബ്ദസ്മൃതി അല്ലെങ്കിൽ വെർബൽ മെമ്മറി. ഇത് കൂടുതലുള്ള കൂട്ടുകാര് കമ്പൈൻ സ്റ്റഡി അവർക്ക് വളരെ ഗുണം ചെയ്യും. ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ സ്വന്തം ശബ്ദത്തിൽ ഉറക്കെ വായിച്ചൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ആ റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ നമുക്ക് അത്ര പഠിക്കാൻ മനസ്സില്ലാത്ത സമയത്ത് വെറുതെ ഒരു ഇയർഫോണും ചെവിയിൽ വെച്ച് കേൾക്കുക. നമ്മൾ തന്നെ വായിച്ച ആ പാഠഭാഗങ്ങൾ ഒന്നുകൂടെ ആ ശബ്ദത്തിന്റെ രൂപത്തിൽ കേൾക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ആ കാര്യങ്ങൾ ഓർമ്മ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇനി എങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത് അവതരിപ്പിക്കണം, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പരീക്ഷയുടെ തലേ ദിവസം വൈകിട്ട് തന്നെ ഹാൾ ടിക്കറ്റും പരീക്ഷ എഴുതാൻ ആവശ്യമായ സകല സംഗതികളും എടുത്ത് ബാഗിൽ വെക്കണം. അത് അന്ന് രാവിലെ എടുത്ത് വെക്കാൻ നിൽക്കരുത്. പരീക്ഷയുടെ തലേന്ന് രാത്രി പോലും 6 മണിക്കൂർ തുടർച്ചയായിട്ട് ഉറങ്ങണം. പരീക്ഷയുടെ അന്ന് രാവിലെ നിർബന്ധമായും ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. ഉറക്കമിളച്ചും ഭക്ഷണം കഴിക്കാതെയും പരീക്ഷ എഴുതാൻ പോകരുത്. പരീക്ഷ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഇനി പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ ഒരു വലിയ ഒരു കുപ്പിയിൽ തണുത്ത നാരങ്ങ വെള്ളം, അത് കുറച്ച് പഞ്ചസാരയും ഉപ്പും ഒക്കെ മിക്സ് ചെയ്തിട്ട് കൊണ്ടുപോവുക. എന്നിട്ട് പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് ഈ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് കയറുക. അങ്ങനെ കയറുമ്പോൾ ശരീരത്തിന് ആവശ്യമായ ലവണങ്ങളൊക്കെ കൃത്യമായിട്ട് ആ പരീക്ഷ സമയത്തിലുടനീളം നമ്മുടെ ശരീരത്തിലുണ്ടാവും. നമുക്കറിയാം, മാർച്ച് മാസത്തിലൊക്കെയാണ് പരീക്ഷ വരുന്നത്. കൊടും ചൂടിന്റെ സമയമാണ്. ഒരുപാട് നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. ചൂട് കാരണം വിയർത്തൊലിച്ച് ശരീരത്തിൽ നിന്ന് ജലാംശവും ലവണങ്ങളും ഒക്കെ നഷ്ടപ്പെടും. ഇത് വരാതിരിക്കാനാണ് ഈ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പരീക്ഷയിലേക്ക് കയറുന്നത് നന്നായിരിക്കും. ഇനി പരീക്ഷാ ഹാളിനകത്തെ ടൈം മാനേജ്മെന്റ് ആണ് അടുത്തൊരു പ്രധാനപ്പെട്ട സംഗതി. ഇവിടെ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് 80 മാർക്കിന്റെ ഒരു പരീക്ഷയാണ് നമ്മൾ എഴുതുന്നതെന്ന് വിചാരിക്കും.